ക്ലാസിക്കൽ ലിറ്ററേച്ചറിലെ തേർഡ് യൂണിറ്റ് ആണ് നോക്കുന്നത്. എന്താണ് അഭിജ്ഞാന ശാകുന്തളം, ക്യാരക്ടർ അനാലിസിസ്. അഭിജ്ഞാന ശാകുന്തളത്തിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ നമ്മൾ അനലൈസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ ആരാണ്? സൂത്രധാരാണ്. സൂത്രധാർ എന്താണെന്ന് നോക്കാം. someone who holds the thread of the story. ഒരു സ്റ്റോറിയുടെ ത്രെഡ്, അതായത് ആ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നത് ആരിലൂടെയാണ്? ഈ ഒരു സൂത്രധാരിലൂടെയാണ്. then introduces the play to the audience. ഈ ഒരു പ്ലേ ഓഡിയൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സൂത്രധാരാണ്. then can be considered the narrator. നമുക്ക് സൂത്രധാരനെ എന്തായിട്ട് പറയാം? നരേറ്റർ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിലൂടെയാണ് സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നത്. അദ്ദേഹം he holds the thread of the story. ആ സ്റ്റോറിയുടെ ത്രെഡ് ഹോൾഡ് ചെയ്യുന്ന ആളാണ് സൂത്രധാർ. അതുപോലെ തന്നെ he introduces the play to the audience. ആ ഒരു ഓഡിയൻസിലേക്ക് ഈ ഒരു പ്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സൂത്രധാരാണ്. then his role is usually restricted to introductions of characters and acts. അപ്പോൾ അദ്ദേഹത്തിന്റെ റോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള റോൾസ് ആണ് ആർക്കുള്ളത്? ഈ ഒരു സൂത്രധാരന് ഉള്ളത്. കാരണം ഹിസ് റോൾ ഈസ് റെസ്ട്രിക്റ്റഡ് ടു മിയർ ഇൻട്രൊഡക്ഷൻസ്. അതായത് ഒരു പ്ലേയിലെ എന്താണ് ആക്ടുകളെ കുറിച്ചും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഓഡിയൻസിന് നൽകുക എന്നുള്ള ആ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു റോൾ മാത്രമേ ആർക്കുള്ളൂ? സൂത്രധാരനുള്ളൂ. അല്ലാതെ അദ്ദേഹം എന്താണ് ഈ ഒരു പ്ലേയിൽ എന്തായിട്ട് വരുന്നില്ല, ക്യാരക്ടറായിട്ട് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നില്ല. അപ്പോൾ ഒരു ഓഡിയൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ആ ഒരു റെസ്ട്രിക്റ്റഡ് ഫംഗ്ഷൻ മാത്രമാണ് ആർക്കുള്ളത്? സൂത്രധാരന് ഉള്ളത്. then guides the audience towards the proper enjoyment of the play. ഇദ്ദേഹം ഒരു ഈ ഒരു പ്ലേ കാണുന്ന ഓഡിയൻസിനെ എന്തിലേക്ക് നയിക്കുന്നുണ്ട്? എൻജോയ്മെന്റിലേക്ക്. അതായത് ഈ സൂത്രധാർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഓഡിയൻസിന് ഈ ഒരു ഡ്രാമ എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ ഒരു ഡ്രാമയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നരേറ്റ് ചെയ്യുന്നത്, അതായത് ഈ ഒരു ഓഡിയൻസിനെ നരേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ സൂത്രധാരാണ്. അപ്പോൾ ആക്ടുകള്, ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ ബിഹൈൻഡ് ദ സീനിലൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ ഓഡിയൻസിന് റിപ്പോർട്ട് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? സൂത്രധാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹീസ് നോൺ ആസ് ദ നരേറ്റർ ഓഫ് ദ സ്റ്റോറി. അദ്ദേഹം ഒരു നരേറ്ററായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഹി ഹോൾഡ്സ് ദ ത്രെഡ് ഓഫ് ദ സ്റ്റോറി. ആ സ്റ്റോറിയുടെ ത്രെഡ് ഡെവലപ്പ് ചെയ്യുന്നത് ആരിലൂടെയാണ്? ഈ ഒരു നരേറ്ററിലൂടെയാണ്. എങ്കിലും അദ്ദേഹത്തിന് എന്ത് മാത്രമാണുള്ളത്? റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള റോൾസ് ആണുള്ളത്. കാരണം ഹി ഇൻട്രൊഡ്യൂസസ് ദ ക്യാരക്ടേഴ്സ് ആൻഡ് ദ ആക്ട്സ്. ക്യാരക്ടേഴ്സിനെയും ആക്ട്സിനെയും എന്താണ് ഓഡിയൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ മാത്രമാണ് ഈ ഒരു സൂത്രധാരന് ഉള്ളത്. ഇനി നെക്സ്റ്റ് നോക്കാം, ശകുന്തള. ഷീ ഈസ് ദ ഹീറോയിൻ ഓഫ് ദിസ് സ്റ്റോറി. അല്ലെ, ഈ ഒരു സ്റ്റോറി ഞാൻ ശകുന്തളത്തിലെ ഹീറോയിൻ ആണ് ആര്? ശകുന്തള. ആൻഡ് നമുക്കറിയാം ശകുന്തളയുടെ ക്യാരക്ടറിനെ കുറിച്ച് കുറേയൊക്കെ നമുക്ക് ഒരുപാട് അറിയാം അല്ലെ. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് അപ്സര, മേനക ആൻഡ് വിശ്വാമിത്ര. അപ്സരയായിട്ടുള്ള മേനകയുടെയും അതുപോലെ തന്നെ വിശ്വാമിത്രന്റെയും മകളാണ് ആര്? ശകുന്തള. അപ്പോൾ she was abandoned by birth. ഈ ബർത്തോട് കൂടിയിട്ട് എന്താണ് ഇവളെ അബാൻഡൻ ചെയ്യണം, അമ്മ ഉപേക്ഷിച്ച് പോവാണ്. അപ്പോൾ അവിടെ കണ്വ മഹർഷിയാണ്, കണ്വ ഫൈൻഡ്സ് her and adopted her as his daughter. കണ്വ മഹർഷി അവളെ കണ്ടെത്തുകയും അതുപോലെ തന്നെ അവളെ എന്താണ് സ്വന്തം മകളായിട്ട് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും സ്റ്റോറിയൊക്കെ നമുക്കറിയാം. then പാർട്ട് ഹ്യൂമൻ ആൻഡ് പാർട്ട് അപ്സര. അപ്പോൾ നമ്മൾ പറഞ്ഞു അപ്സര മേനകയുടെ മകളാണ് ആര്? ശകുന്തള. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശകുന്തള എന്താണ്? പാർട്ട് ഹ്യൂമൻ ആൻഡ് പാർട്ട് അപ്സര. പകുതി ഹ്യൂമനും അതുപോലെ തന്നെ പകുതി അപ്സരസുമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് എക്സെപ്ഷണൽ ബ്യൂട്ടിയാണ്. അത് എന്താണ് അൺവേർഡ്ലി ബ്യൂട്ടി എന്നത് നമ്മൾ പറയാറുള്ളത്. അതായത് അപ്സരസ് ആയിട്ടുള്ള മേനകയുടെ മകളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മദർലി ബ്യൂട്ടി ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു യങ് ലേഡിയാണ് ശകുന്തള. then exceptional beautiful young woman. okay, she treats plants, animals and birds in the hermitage as her kin. അപ്പോൾ ഇവിടെ ആ ഒരു ഹെർമിറ്റേജിലെ കണ്വ മഹർഷിയുടെ ഹെർമിറ്റേജിലുള്ള പ്ലാന്റ്സിനെയും ബേർഡ്സിനെയും ആനിമൽസിനെയും ശകുന്തള ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആസ് ഹർ കിൻസ്. അതായത് അവളുടെ സ്വന്തം രക്തബന്ധത്തെ പോലെ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനെ പോലെയാണ് അവളുടെ ട്രീസിനെയും അതുപോലെ തന്നെ ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ ശകുന്തള ട്രീറ്റ് ചെയ്യുന്നത്. when she leaves they show their sorrow. അപ്പോൾ അവളെ അങ്ങനെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന കിങ്സിനെ പോലെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് എന്താണ് ലീവ് ചെയ്യും. അതായത് ദുഷ്യന്തന്റെ ആ ഒരു കോർട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ പ്ലാന്റ്സും ആനിമൽസും ബേർഡ്സും ഒക്കെ അവരുടെ സോറോ, അവരുടെ സങ്കടം കാണിക്കും.
Then Kalidasa describes Shakuntala in traditional feminine terms of beauty. അപ്പോൾ ശകുന്തളയെ കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളത്തിൽ വിവരിക്കുന്നത് എങ്ങനെയാണ്? ട്രഡീഷണൽ ടേംസ് ഓഫ് ബ്യൂട്ടി, അതായത് ആ ഒരു ശകുന്തളയുടെ ആ ഒരു ഫിസിക്കൽ ബ്യൂട്ടി എന്താണ് കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്താണ് സ്ലെൻഡർ വേസ്റ്റ്, അതായത് സ്ലിം ആയിട്ടുള്ള വേസ്റ്റ് എന്ന് പറയുമ്പോൾ അരക്കെട്ടാണ്. ദെൻ സ്മൂത്ത് സ്കിൻ, ഡാർക്ക് ഹെയർ എക്സെട്ര. അതൊക്കെ ഒരു സ്ത്രീയെ എന്താണ് സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ടേംസ് കാളിദാസനും എന്തിനു ഉപയോഗിച്ചിട്ടുണ്ട്? ശകുന്തളയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില എറോട്ടിക് ആയിട്ടുള്ള ടേംസും കാളിദാസൻ എന്ത് ചെയ്തിട്ടുണ്ട്? ശകുന്തളയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മൾ ആ ഒരു ഡ്രാമയിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണ് റൗണ്ടഡ് ബ്രസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് കുറച്ച് ഇറോട്ടിക് ആയിട്ടുള്ള രീതിയിലും ശകുന്തളയെ കാളിദാസൻ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. Equated to lovely flowers. ഇവിടെ കാളിദാസൻ ശകുന്തളയെ ഇക്വേറ്റ് ചെയ്യുന്നത് ഫ്ലവേഴ്സിനോടെയാണ്. അതായത് ലവ്ലി ആയിട്ടുള്ള അത്രയും മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സിനോടാണ് കാളിദാസൻ എന്ത് ചെയ്യുന്നത്? ശകുന്തളയെ ഇക്വേറ്റ് ചെയ്യുന്നത്. The rejection elevates Shakuntala's status as a pious woman. അതായത് ആ ഒരു റിജക്ഷൻ, ദുഷ്യന്തൻ ശകുന്തളയെ റിജക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു കോർട്ടിൽ വെച്ച് ശകുന്തളയെ അറിയില്ല എന്ന് ദുഷ്യന്തൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു റിജക്ഷൻ അവിടെ ശകുന്തളയെ എന്താണ്? ഇറ്റ് എലവേറ്റ്സ് ശകുന്തളാസ് പൊസിഷൻ ടു എ പയസ് വുമൺ. അതായത് ഒരു പുണ്യ സ്ത്രീയായിട്ട് അവളുടെ ആ ഒരു പൊസിഷനെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. എലവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അതായത് അവളെ താഴ്ത്തിക്കെട്ടല്ല. ആ ഒരു സിറ്റുവേഷൻ, റിജക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ശകുന്തളയ്ക്ക് എന്താണ്? ഒരു പയസ് വുമന്റെ ആ ഒരു പൊസിഷൻ നൽകുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. Even after humiliated in front of everyone, she remains faithful to her husband. അതായത് അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച്, ആ കൊട്ടാരത്തിലെ ആ ഒരു കോർട്ടിലെ എല്ലാ ആളുകളുടെ മുന്നിൽ വെച്ചിട്ടും ആണ് ആ ദുഷ്യന്തൻ എന്ത് ചെയ്യുന്നത്? ശകുന്തളയെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നത്. അവളെ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കുന്നത്. അതുപോലെ തന്നെ അത്രയും ക്രൂവലായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ദുഷ്യന്തൻ ശകുന്തളയെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും എന്താണ്? ഷീ റിമൈൻസ് ഫെയ്ത്ത്ഫുൾ ടു ഹർ ഹസ്ബൻഡ്. അങ്ങനെ ദുഷ്യന്തൻ ആ കോർട്ടിൽ നിന്നും ശകുന്തളയെ ഇറക്കി വിട്ടെങ്കിലും ശകുന്തള എന്താണ്? ദുഷ്യന്തനോട് ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഭാര്യയായിട്ട് തന്നെയാണ് തുടരുന്നത്. അപ്പോൾ ദുഷ്യന്തൻ ഇറക്കി വിട്ടതിന് ശേഷം ശകുന്തള എന്താണ്? അവളുടെ പുത്രന് ജന്മം നൽകുകയും ആ ഒരു പുത്രനെ ലാളിച്ച് ജീവിക്കുകയുമാണ് ചെയ്യുന്നത്. 6 വർഷക്കാലം അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിലൂടെയാണ് ആ ഒരു റിജക്ഷൻ എന്താണ്? ശകുന്തളയ്ക്ക് ഒരു പയസ് വുമൺ, പുണ്യ സ്ത്രീ എന്നുള്ള ആ ഒരു പൊസിഷൻ നൽകുന്നത് ഇങ്ങനെയാണ്. അതായത് റിജക്ട് ചെയ്തെങ്കിലും, അത്രമാത്രം ഹ്യൂമിലേറ്റ് ചെയ്തെങ്കിലും, ക്രൂവലായിട്ടുള്ള രീതിയിലാണ് ഹ്യൂമിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഹ്യൂമിലേറ്റ് ചെയ്തെങ്കിലും എന്താണ്? ഷീ റിമൈൻസ് ഫെയ്ത്ത്ഫുൾ ടു ഹർ ഹസ്ബൻഡ്. അവളുടെ ഹസ്ബൻഡിന് അവൾ ഫെയ്ത്ത്ഫുൾ ആയിട്ടാണ് ശകുന്തള പിന്നീടുള്ള കാലം ജീവിക്കുന്നത്. ദെൻ ദ ഐഡിയൽ പതിവ്രത സ്ത്രീ. അതിലൂടെ നമുക്ക് എന്താണ്? നമ്മൾ പതിവ്രത സ്ത്രീ എന്നുള്ള ആ ഒരു ടേം ആർക്ക് നമുക്ക് അത്രയും ഐഡിയൽ ആയിട്ട് തോന്നും? ശകുന്തളയ്ക്ക് ഐഡിയൽ ആയിട്ട് നമുക്ക് തോന്നും. Then a virtuous woman being both a good wife and a mother. അപ്പോൾ ശകുന്തള ഒരു വെർച്വസ് ആയിട്ടുള്ള അതായത് പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. കാരണം അവൾ ഒരു ഐഡിയൽ മദറാണ്, അതുപോലെ തന്നെ ഒരു ഐഡിയൽ വൈഫുമാണ്. അത് നമുക്ക് ഈ സ്റ്റോറിയിൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഫാദർ, ഈ ഒരു കുട്ടിയുടെ ഫാദർ, അതായത് ദുഷ്യന്തൻ എന്താണ്? ശകുന്തളയുടെ പ്രഗ്നൻസിയെ പോലും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇതിന് ഉത്തരവാദി ഞാനാണെന്ന് തെളിവുണ്ട്, അങ്ങനെയൊക്കെ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. എങ്കിലും അത്രമാത്രം ക്രൂവൽ ഹ്യൂമിലിയേഷൻ ഫേസ് ചെയ്തെങ്കിലും എന്താണ്? ശകുന്തള ദുഷ്യന്തനോട് മാത്രം ഫെയ്ത്ത്ഫുൾ ആയിട്ട് ജീവിക്കുകയാണ്. അയാളുടെ കുട്ടിയെ, ദുഷ്യന്തന്റെ കുട്ടിയെ പ്രസവിച്ച് അതിനെ വളർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് ഷീ ഈസ് ഐഡിയൽ പതിവ്രത സ്ത്രീ, അതുപോലെ തന്നെ ബോത്ത് എ ഗുഡ് വൈഫ് ആൻഡ് മദർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ശകുന്തളയുടെ ക്യാരക്ടർ സ്കെച്ച് ആയിട്ട് വരുന്നത്. ശകുന്തളയുടെ ബർത്തും അതുപോലെ തന്നെ പാർട്ട് ഹ്യൂമൺ, പാർട്ട് അപ്സര, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഓർക്കുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്യാരക്ടർ ദുഷ്യന്തൻ്റെയാണ്. ദുഷ്യന്തൻ എന്താണ്? ഹീ ഈസ് ദ ഹീറോ ഓഫ് ദി സ്റ്റോറി. അഭിജ്ഞാന ശാകുന്തളത്തിലെ ഹീറോയാണ് ആര്? ദുഷ്യന്തൻ. അപ്പോൾ നോക്കാം. ഹീറോസ് ഇൻ സാൻസ്ക്രിറ്റ് ഡ്രാമ ബിലോങ്ഡ് ടു ദ അപ്പർ കാസ്റ്റ്. അപ്പോൾ പണ്ട് സാൻസ്ക്രിറ്റ് ഡ്രാമകളിലെ ഹീറോ എന്ന് പറയുന്നത് ഹി ബിലോങ് ടു ദി അപ്പർ കാസ്റ്റ്. അപ്പർ കാസ്റ്റിലുള്ള ആളുകളാണ് ഈ ഒരു സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ എന്തായിട്ട് വരുന്നത്?
ഹീറോ ആയിട്ട് വരുന്നത്. അപ്പർ കാസ്റ്റ് എന്ന് പറയുമ്പോൾ ബ്രാഹ്മിൻസ്, അതുപോലെ തന്നെ ക്ഷത്രിയ. അപ്പോൾ ഈ ഒരു വിഭാഗത്തിലുള്ള അപ്പർ കാസ്റ്റിലുള്ള ആളുകളാണ് ഈ ഒരു സംസ്കൃത് ഡ്രാമയിൽ ഹീറോ ആയിട്ട് വരുന്നത്. നോക്കുക, ഹാൻസം വിത്തൗട്ട് എനി ഡിസ്ഫിഗർമെന്റ്, ഇന്റലിജന്റ്, ഡയറിങ് ആൻഡ് ഫിൽഡ് വിത്ത് കറേജ്. അപ്പോൾ ഇവിടെ ഒരു ഹീറോയുടെ, സംസ്കൃത് ഡ്രാമയിലെ ഹീറോയുടെ ക്വാളിറ്റീസ് പറയുന്നുണ്ട്. ഹി ഷുഡ് ബി ബിലോങ് ടു ദി അപ്പർ കാസ്റ്റ്. അയാൾ അപ്പർ കാസ്റ്റിലുള്ള പെട്ട ആളായിരിക്കണം, ബ്രാഹ്മിൻസോ അല്ലെങ്കിൽ ക്ഷത്രിയാസോ ആയിരിക്കണം. ദെൻ ഹാൻസം വിത്തൗട്ട് എനി ഡിസ്ഫിഗർമെൻറ്റ്, അതായത് ഹാൻസം ആയിരിക്കണം. അതുപോലെ തന്നെ വിത്തൗട്ട് എനി ഡിസ്ഫിഗർമെൻറ്റ്. ഡിസ്ഫിഗർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ഫിഗർമെൻറ്റ്സ്, എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ അയാൾക്ക് ഉണ്ടായിരിക്കരുത്. ദെൻ ഇൻ്റലിജൻ്റ് ആയിരിക്കണം. ദെൻ ഡെയറിങ് ആൻഡ് ഫിൽഡ് വിത്ത് കറേജ്, അത്രയും ധൈര്യശാലിയും ആയിരിക്കണം എന്നുള്ളതാണ് സംസ്കൃത് ഡ്രാമയിലെ ഒരു ഹീറോയുടെ ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. അത് നമ്മൾ ഏത് സംസ്കൃത് ഡ്രാമ എടുത്ത് നോക്കിയാലും എന്താണ്, അത്തരത്തിലുള്ള ഹീറോസിനെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ താഴെ തട്ടിലുള്ള ആളുകളൊന്നും അന്ന് എന്തായിരുന്നില്ല, ഹീറോസ് ആയിട്ട് വന്നിരുന്നില്ല. അപ്പോൾ ഇത്രയും ക്വാളിറ്റീസ് ഉള്ള ആൾ തന്നെയാണ് ആര്? ദുഷ്യന്തൻ. നമ്മുടെ അഭിജ്ഞാന ശാകുന്തളത്തിലെ ഹീറോ ആയിട്ടുള്ള ദുഷ്യന്തൻ എന്താണ്? ഹി ബിലോങ് ടു ദി അപ്പർ കാസ്റ്റ്. അദ്ദേഹം അപ്പർ കാസ്റ്റിലെ ക്ഷത്രിയ കാസ്റ്റിൽ പെട്ടിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ഹി ഈസ് വെരി ഹാൻസം, ഹി ഹാസ് നോ ഡിസ്ഫിഗർമെൻറ്റ്, ഹി ഈസ് വെരി ഇൻ്റലിജൻറ്റ് ആൻഡ് ഹി ഈസ് വെരി കറേജിയസ്. അപ്പോൾ ഇത്രയും ക്വാളിറ്റീസ് ആർക്കുമുണ്ട്? ദുഷ്യന്തനും ഉണ്ട്. ദെൻ കിങ് ഓഫ് പുരു ക്ലാൻ ഇൻ ദ സിറ്റി ഓഫ് ഹസ്തിൻപൂർ. അപ്പോൾ ഇദ്ദേഹം ദുഷ്യന്തൻ എന്താണ്? ഹി ഈസ് ദ കിങ് ഓഫ് പുരു ക്ലാൻ, അതായത് പുരു രാജവംശത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ് ദുഷ്യന്തൻ. ആൻഡ് ഹി ദ സിറ്റി ഓഫ് ഹസ്തിനപൂർ. ഹസ്തിനപൂർ എന്ന് പറയുന്ന രാജ്യത്തെ രാജാവാണ്. പുരു രാജവംശത്തിൽപ്പെടുന്ന ആളാണ് ദുഷ്യന്തൻ. ദെൻ ഹാസ് ക്വാളിറ്റീസ് ഓഫ് കിങ് ആസ് വെൽ ആസ് സേജ്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കിങ്ങിൻ്റെ ക്വാളിറ്റീസും ഒരു രാജാവിൻ്റെ ക്വാളിറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഹോളി സേജ്, ഒരു സന്യാസിയുടെ ആ ഒരു ക്വാളിറ്റീസും ആർക്കുണ്ട്? ദുഷ്യന്തനുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഹെർമിറ്റ്സ് കം ടു റിക്വസ്റ്റ് ടു പ്രൊട്ടക്റ്റ് ദ റിച്വൽസ്. അതായത് ദുഷ്യന്തൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് ഹെർമിറ്റ്സ് അല്ലെ, സേജസ്, സന്യാസികൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ ഡീമൻസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യണം, അവരുടെ റിച്വൽസിനെ ഡീമൻസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് അവർ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? ഇദ്ദേഹത്തിന് ഒരു സേജിൻ്റെയും അതുപോലെ തന്നെ ഒരു കിങ്ങിൻ്റെയും ക്വാളിറ്റീസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ പ്രോഡക്റ്റ് ഓഫ് പാട്രിയാർക്കൽ ഓർഡർ. ഇനി നമ്മൾ എന്താണ്, ഇദ്ദേഹത്തെ ഒരു ക്രിട്ടിക്കൽ അനലൈസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റീസിനെയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു സൈഡുകൾ നമുക്ക് നോക്കാം. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് പാട്രിയാർക്കൽ ഓർഡർ, അതായത് ഒരു പാട്രിയാർക്കൽ ഓർഡറിൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നു ആര്? ദുഷ്യന്തൻ. എന്താണ് കാരണം? എന്താണ്? ഹി ഹേർട്സ് ആനിമൽസ് വൈൽ ഹണ്ടിങ്, ഇഗ്നോർസ് അതർ വൈഫ്സ്. അപ്പോൾ അദ്ദേഹം ശകുന്തളയെ കൂടാതെ ദുഷ്യന്തൻ എന്താണ്, വേറെയും ഭാര്യമാരുണ്ട്. ശകുന്തള ദുഷ്യന്തൻ്റെ ആദ്യത്തെ ഭാര്യയല്ല. ശകുന്തളയെ കൂടാതെ മറ്റു ഭാര്യമാരും ആർക്കുണ്ട്? ദുഷ്യന്തനുണ്ട്. ആൻഡ് ഹി ഇഗ്നോർസ് അതർ വൈഫ്സ്. അദ്ദേഹം അതുകൊണ്ട് തന്നെ എന്താണ്, ഒരുപാട് ഭാര്യമാരുള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തരും ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഹി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് എ പാട്രിയാർക്കൽ ഓർഡർ, അതായത് പാട്രിയാർക്കൽ ഓർഡറിലുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എത്ര വേണമെങ്കിലും കല്യാണം കഴിക്കാം, അവരെയൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം എന്താണ് ഇഗ്നോർ ചെയ്യാം എന്നുള്ളതാണ്. ആൻഡ് ഹി ഹേർട്സ് ആനിമൽസ് ഓൾസോ. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ദയവും കൂടാതെ എന്ത് ചെയ്യാറുണ്ട്? ആനിമൽസിന് ഹേർട്ട് ചെയ്യാറുണ്ട്. ഹണ്ടിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് മൃഗങ്ങളെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കൊല്ലുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്വാളിറ്റീസ് ഉള്ള ആളാണെങ്കിൽ പോലും എന്താണ്, അയാൾ ഒരു പാട്രിയാർക്കൽ പാട്രിയാർക്കൽ ഓർഡറിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരുപാട് വൈഫ്സ് ഉണ്ട്, അവരെയൊക്കെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു മൃഗങ്ങൾ, സഹജീവികളോടുള്ള സ്നേഹം അദ്ദേഹത്തിനില്ല. നേരെ മറിച്ച് ഇതിലെ ഹീറോയിൻ ആയിട്ടുള്ള ശകുന്തള എന്താണ്? ഷീ കൺസിഡേഴ്സ് അത് ബേർഡ്സ് ആൻഡ് ആനിമൽസ് ആസ് ഹെർ കിൻസ് അല്ലെ, അവളുടെ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും പോലെയാണ് ബേർഡ്സിനെയും ആനിമൽസിനെയും ഒക്കെ കാണുന്നത്. അപ്പോൾ ഇതിൽ ഹീറോ ആയിട്ടുള്ള ദുഷ്യന്തൻ എന്താണ്? ഹി ഹേർട്സ് ആനിമൽസ്. അദ്ദേഹം ഈ ഒരു ആനിമൽസിനെയൊക്കെ വെറുതെ ഒരാവശ്യമില്ലാതെ ഹേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹീസ് എ പ്രൊഡക്റ്റ് ഓഫ് എ പാട്രിയാർക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ദെൻ
ഫോഗറ്റ്സ് ഹിസ് ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദ വീക്ക്. അപ്പോൾ ഒരു കിങ്ങിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ടു പ്രൊട്ടക്ട് ദ വീക്ക്, അതായത് വീക്കർ ആയിട്ടുള്ള സെക്ഷൻസിനെ അല്ലെങ്കിൽ എന്താണ് സമൂഹത്തിൽ വീക്കായി നിൽക്കുന്ന ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സെക്ഷൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കിങ്ങിൻ്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. പക്ഷേ ആ ഒരു ഹണ്ടിങ്ങിൻ്റെ സമയത്ത് ഒരു ബ്ലാക്ക് ബക്കിനെ, അതായത് ഒരു ഡിയറിനെ പെർസ്യൂ ചെയ്തുകൊണ്ടാണ് ദുഷ്യന്തൻ എവിടെ എത്തുന്നത്? കണ്ണ മഹർഷിയുടെ ആ ഒരു ഹെർമിറ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത്രയും ഒരു വീക്കായിട്ടുള്ള ആ ഒരു ഡിയർ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു വീക്കർ സെക്ഷനാണ്. അപ്പോൾ ആ ഒരു വീക്കായിട്ടുള്ള ആ ഒരു ഡിയറിനെ പോലും അദ്ദേഹം വെറുതെ വിടുന്നില്ല. അപ്പോൾ അവിടെ അദ്ദേഹം ദുഷ്യന്തൻ എന്താണ് കിങ്ലി ഡ്യൂട്ടീസിനെ ഫോഗറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വീക്കർ സെക്ഷൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി എന്നുള്ളത് അവിടെ ദുഷ്യന്തൻ പാടെ മറക്കുന്നുണ്ട്. ദെൻ ഇൻസ്റ്റഡ് ക്രിയേറ്റ്സ് ഫിയർ, അതായത് ഈ ഒരു വീക്കർ സെക്ഷൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് പകരം എന്താണ് അവരിൽ ഫിയർ ഉണ്ടാക്കുക, അവരിൽ പേടി ഉളവാക്കുകയാണ് ഒരു രാജാവ് എന്നുള്ള രീതിയിൽ ഇയാൾ ചെയ്യുന്നത്. അപ്പോൾ രാജാവിൻ്റെ ഡ്യൂട്ടീസ് പലപ്പോഴും എന്താണ് ദുഷ്യന്തൻ മറക്കുന്നുണ്ട്. ദെൻ ഇനീഷ്യൽ അപ്രീസിയേഷൻ ഓഫ് ശകുന്തള ഈസ് പ്യൂർലി ഫിസിക്കൽ. അപ്പോൾ ദുഷ്യന്തൻ ശകുന്തളയെ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ആ ഒരു ഇനീഷ്യൽ അപ്രീസിയേഷൻ, ആദ്യമായിട്ട് ശകുന്തളയെ വർണ്ണിക്കുന്നത് എന്താണ്? പ്യൂർലി ഫിസിക്കലാണ്. അതായത് ശകുന്തളയുടെ ആ ഒരു ഫിസിക്കൽ ബോഡി സ്ട്രക്ചർ മാത്രമാണ് ദുഷ്യന്തൻ എന്ത് ചെയ്യുന്നത്? ആദ്യം എൻജോയ് ചെയ്യുന്നത്. ചില ഇറോട്ടിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസും കൂടെ ദുഷ്യന്തൻ പറയുന്നുണ്ട്. ദെൻ കൺഫേംസ് ശകുന്തളാസ് കാസ്റ്റ് ബിഫോർ ബിഗിനിങ് ടു വൂയിങ് ഹെർ. അപ്പോൾ വൂയിങ് ഹെർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാരേജ് പ്രപ്പോസൽ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ദുഷ്യന്തൻ എന്ത് മനസ്സിലാക്കുന്നുണ്ട്? ശകുന്തളയുടെ ആ ഒരു ലീനേജ്, പാരമ്പര്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് ദുഷ്യന്തൻ എന്ത് ചെയ്യുന്നത്? ശകുന്തളയോട് വിവാഹാഭ്യർത്ഥന, മാരേജ് പ്രപ്പോസൽ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം ശകുന്തള ഒരു അപ്സര സ്ത്രീയുടെ മകളാണ്, മേനകയുടെ മകളാണ്, അതുപോലെ തന്നെ വിശ്വാമിത്രൻ എന്ന് പറയുന്ന ഗ്രേറ്റ് സേജിന്റെ മകളാണ് എന്ന് അറിഞ്ഞപ്പോൾ ഷീ ഈസ് ദ പെർഫെക്റ്റ് മാച്ച് ഫോർ മീ എന്ന് ആര് ചിന്തിക്കുന്നുണ്ട്? ദുഷ്യന്തൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആസ് എ കിങ് ഹി ഡസൻറ്റ് ഡെയർ ടു അപ്സെറ്റ് ദ കാസ്റ്റ് പൊസിഷൻസ് വെൻ ഇറ്റ് കംസ് ടു ലവ്. അപ്പോൾ ഇവിടെ ആ സമൂഹത്തിൽ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻസിൽ നിലനിന്നിരുന്ന കാസ്റ്റ് പൊസിഷൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ, അതിനെ എതിർക്കാൻ ആര് ധൈര്യപ്പെടുന്നില്ല? ഒരു കിങ് ആയിരുന്നിട്ട് പോലും ദുഷ്യന്തൻ ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശകുന്തള ഒരു ലോവർ കാസ്റ്റിൽ പെട്ടിരുന്ന ആളായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്താണ് ദുഷ്യന്തൻ അവളെ മാരേജ് പ്രപ്പോസൽ ഉണ്ടായില്ലായിരിക്കാം. അപ്പോൾ അവിടെ ആ ഒരു കാസ്റ്റ് പൊസിഷൻസിന് ആര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? ദുഷ്യന്തൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ ഇൻസൾട്ടിങ് ശകുന്തള, ഹാർഷ് ആൻഡ് സെക്സിസ്റ്റ് റിജക്ഷൻ. ഇവിടെ പിന്നീട് നമ്മൾ ശകുന്തള ഈ ഒരു കോർട്ടിലേക്ക് വരുന്നതും ദുഷ്യന്തൻ്റെ കോർട്ടിലേക്ക് വരുന്നതും അവിടെ വെച്ച് ദുഷ്യന്തൻ ശകുന്തളയെ ഇൻസൾട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ഇൻസൾട്ട് എന്താണ്? ശരിക്കും അതെന്താണ്? ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് മെമ്മറി ലോസ് ആണ് അല്ലെ? ദുർവാസ മഹർഷിയുടെ ആ ഒരു കേഴ്സ് കാരണമാണ് ഇവിടെ മെമ്മറി ലോസ് ഉണ്ടാവുന്നതും ദുഷ്യന്തൻ ശകുന്തളയെ റിജക്റ്റ് ചെയ്യുന്നതൊക്കെ. പക്ഷേ എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ആ ഒരു ഹാർഷ് ആൻഡ് സെക്സിസ്റ്റ് റിജക്ഷൻ അത് നമുക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു മെമ്മറി ലോസ് വന്നത് ശരിയാണ്, പക്ഷേ അത്രയും ഹാർഷ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് ദുഷ്യന്തൻ ശകുന്തളയെ റിജക്റ്റ് ചെയ്യുന്നതും ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നതും. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണ്? ശകുന്തള ഈസ് ലൈക്ക് എ കുക്കു ബേർഡ് ട്രൈങ് ടു പാസ് അനദർ മാൻസ് ചൈൽഡ് ആസ് ദുഷ്യന്തൻസ്. അതായത് ശകുന്തള കുക്കു ബേർഡിനെ പോലെയാണ്, കുയിലിനെ പോലെയാണ്. കാരണം കുയില് അതിൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം എന്താണ്? മറ്റ് ബേർഡ്സിൽ കെട്ടിവെക്കാറുണ്ട്. അപ്പം അതുപോലെയാണ് ശകുന്തള ബിഹേവ് ചെയ്യുന്നത്. മറ്റൊരു ആളുടെ ഗർഭം അതെന്താണ്? ദുഷ്യന്തൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് ശകുന്തള നോക്കുന്നത്. ആൻഡ് ദസ് ഷീസ് ലൈക്ക് എ കുക്കു ബേർഡ് എന്ന് ദുഷ്യന്തൻ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ഹാർഷ് ആൻഡ് സെക്സിസ്റ്റ് റിജക്ഷൻ ആണ് ആര് നടത്തുന്നത്? ദുഷ്യന്തൻ നടത്തുന്നത്. ദെൻ കാളിദാസ പോർട്രേഡ് എ കിങ് ഹൂസ് ആക്ഷൻസ് ആർ നോട്ട് അബൌട്ട് ക്രിറ്റിസിസം. അപ്പോൾ ഇതിലൂടെയൊക്കെ കാളിദാസ എന്താണ് ചെയ്യുന്നത്? ഒരു കിങ്ങിൻ്റെ ബിഹേവിയർ, അതായത് ഒരു രാജാവും എന്തല്ല, ക്രിറ്റിസിസത്തിന് മുകളിലല്ല. രാജാവിനും എന്ത് വരാറുണ്ട്? ഫ്ലോപ്സ് വരാറുണ്ട്. ഇത്രയും ക്വാളിറ്റീസ് ഉള്ള രാജാവാണ്. അല്ലെങ്കിൽ ഒരു ഹീറോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാളിറ്റീസ്, സാൻസ്ക്രിറ്റ് ഡ്രാമയിലെ ഹീറോ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരു ഹീറോയാണ്. പക്ഷേ എങ്കിലും എന്താണ്? ഇത്തരത്തിലുള്ള ക്രിറ്റിസിസത്തിന് എബോ അല്ല. അവരിലും എന്തുണ്ട്? ചില വൈകല്യങ്ങൾ, അവരിൽ ഡിസ്ഫിഗർമെൻറ്റ്, ഫിസിക്കലി അല്ലെങ്കിലും മെൻ്റലി എന്താണ്? അവരിൽ ചില ഡിസ്ഫിഗർമെൻ്റ് ഉണ്ട് എന്ന് കാളിദാസ ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.
അഭിജ്ഞാന ശാകുന്തളത്തിലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് മാധവ്യ. ഹി വാസ് ദി കോർട്ട് ജസ്റ്റർ അല്ലേ? അദ്ദേഹം കോർട്ട് ജസ്റ്ററാണ്. കോർട്ട് ജസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദൂഷകൻ. നമ്മൾ മലയാളത്തിൽ വിദൂഷകൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ മാധവ്യ വാസ് ദ ജസ്റ്റർ. മാധവ്യ എന്താണ്? കോർട്ട് ജസ്റ്റർ ആയിരുന്നു. ആൻഡ് എ ജസ്റ്റർ ഇസ് എ സ്റ്റോക്ക് ഫിഗർ ഇൻ സാൻസ്ക്രിറ്റ് ഡ്രാമ. സാൻസ്ക്രിറ്റ് ഡ്രാമകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഇൻസെപ്പറബിൾ പാർട്ടായിരുന്നു എന്ത്? ഒരു ജസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ജസ്റ്റർ സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ അധികവും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഇത്തരത്തിലുള്ള കോർട്ട് ജസ്റ്റേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു അഭിജ്ഞാന ശാകുന്തളത്തിലെ കോർട്ട് ജസ്റ്ററുടെ റോൾ ചെയ്തിട്ടുള്ളത് ആരാണ്? മാധവ്യയാണ്. ആൻഡ് ഹി വാസ് ദുഷ്യന്താസ് കൺസ്റ്റന്റ് കമ്പാനിയൻ ആൻഡ് ഫ്രണ്ട്. ദുഷ്യന്തൻ്റെ കൺസ്റ്റന്റ് കമ്പാനിയനാണ്, അതുപോലെ തന്നെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടുമാണ് ആര്? ഈ ഒരു മാധവ്യ. നോക്കാം, ഓൺലി അതർ ക്യാരക്ടർ ഫ്രം ദ വേൾഡ് ഓഫ് ഹസ്തിനപൂർ ഹു നോസ് അബൌട്ട് ശകുന്തള. അതായത് ഹസ്തിനപുരത്തിൽ നിന്നുള്ള ദുഷ്യന്തന് പുറമെ ഹസ്തിനപുരത്തിൽ നിന്നും ശകുന്തളയെക്കുറിച്ച് അറിയാവുന്ന ഒരേ ഒരാൾ ആരാണ്? ഈ ഒരു മാധവ്യയാണ്. ഹസ്തിനപുരയിലെ രാജാവാണ് ആര്? ദുഷ്യന്തൻ. അദ്ദേഹത്തിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് മാധവ്യ. അപ്പോൾ അവിടെ ശകുന്തളയെക്കുറിച്ച് ഹസ്തിനപുരയിൽ വേറെ ആർക്കും അറിയില്ല. ഈ ഒരു മാധവ്യയ്ക്കും അതുപോലെ തന്നെ ദുഷ്യന്തനും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ദുഷ്യന്തനെ കൂടാതെ ഹസ്തിനപുരയിൽ നിന്നും ശകുന്തളയെ അറിയുന്ന ഒരേ ഒരാൾ ആരാണ്? മാധവ്യയാണ്. ദെൻ ഹി പ്രൊവൈഡ്സ് ഹെൽപ്ഫുൾ ഇയർ ടു ദ കിങ്. അതായത് ഇദ്ദേഹം നല്ലൊരു ലിസണറാണ്. ഈ ഒരു കിങ്ങിൻ്റെ ദുഷ്യന്തൻ എന്ത് പറയുമ്പോഴും എന്താണ് അത്രയും കെയർഫുൾ ആയിട്ട് ലിസൺ ചെയ്യുക, അദ്ദേഹത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത് മാധവ്യയുടെ ഒരു ക്വാളിറ്റിയാണ്. ദാൻ ഹി ഗീവ്സ് അഡ്വൈസസ് ആൻഡ് സൊല്യൂഷൻസ്. ഇദ്ദേഹം മാധവ്യ ഈ കിങ്ങിന് ദുഷ്യന്തൻ എന്ത് കൊടുക്കാറുണ്ട്? അഡ്വൈസസും അതുപോലെ തന്നെ അദ്ദേഹം എന്തെങ്കിലും പ്രോബ്ലംസിലൊക്കെ പെട്ട് നിൽക്കുമ്പോൾ അതിനുള്ള സൊല്യൂഷൻസൊക്കെ ആര് പ്രൊവൈഡ് ചെയ്യാറുണ്ട്? മാധവ്യ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദെൻ ദുഷ്യന്ത സെൻസ് മാധവ്യ ഇൻസ്റ്റെഡ് ഓഫ് ഹിം ടു ഹസ്തിൻപൂർ. ദുഷ്യന്തൻ്റെ മദർ ക്യൂൻ എന്താണ്? അദ്ദേഹത്തെ ഹസ്തിനപുരിയിലേക്ക് ഒരു റിച്വലിന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് എസറ്റിക്സ് കുറച്ച് മുനിമാരെന്ത് ചെയ്യുന്നത്? ഇദ്ദേഹത്തിനോട് വന്ന് സഹായം ചോദിക്കുന്നതും അവരുടെ കൂടെ പോവാൻ ദുഷ്യന്തൻ തീരുമാനിക്കുന്നതും. അപ്പോൾ ഇവിടെ ആ ഒരു സമയത്ത് ദുഷ്യന്തൻ തനിക്ക് പകരം ഹസ്തിനപുരിയിലേക്ക് അയക്കുന്നത് ആരെയാണ്? മാധവ്യയാണ്. അപ്പോൾ അവിടെ നമുക്ക് അവർ തമ്മിലുള്ള ആ ഒരു ക്ലോസ് കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു കിങ് എന്താണ്? രാജാവ് അദ്ദേഹത്തിന് പകരമായിട്ട് ഒരാളെ വിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ തമ്മിൽ അത്രയും ഒരു ക്ലോസ് ബോണ്ട് ഉണ്ടായിരിക്കും. ദെൻ പോക്കിംഗ് ഫൺ അറ്റ് ദ ലവ് സിക്ക് കിങ്. അവിടെ മാധവിക്ക് എന്തിനുള്ള ഒരു അധികാരമുണ്ട്? ഈ ഒരു രാജാവാണെങ്കിൽ കൂടെ ഒരു ക്ലോസ് ഫ്രണ്ടിനോടെന്നുള്ള രീതിയിൽ തമാശകൾ പറയാനുള്ള ഒരു അധികാരം ആർക്കുണ്ടായിരുന്നു? മാധവിക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഹി പ്രൊവൈഡ്സ് കോമിക് റിലീഫ് ഇൻ ദ പ്ലേ. അതുപോലെ തന്നെ ഒരുപാട് കോമഡീസ് ആ ഒരു പ്ലേയിൽ അഭിജ്ഞാന ശാകുന്തളത്തിൽ ഒരുപാട് കോമഡികൾ ആര് പറയുന്നുണ്ട്? മാധവ്യ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സീരിയസ് സിറ്റുവേഷൻസിൽ നിന്നും ഒരു റിലീഫ് കിട്ടാൻ മാധവ്യയുടെ ഈ ഒരു കോമഡീസ് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ മാധവ്യ കോർട്ട് ജസ്റ്ററാണ്, ഇദ്ദേഹത്തിൻ്റെ ദുഷ്യന്തൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, കൺസ്റ്റൻറ്റ് കമ്പാനിയനാണ്. പിന്നെ എന്താണ്? ഹസ്തിനപുരിയിൽ ദുഷ്യന്തനെ കൂടാതെ ശകുന്തളയെക്കുറിച്ച് അറിയുന്ന ഒരേ ഒരു വ്യക്തി ആരാണ്? മാധവ്യയാണ്. അദ്ദേഹം അതുപോലെ തന്നെ ദുഷ്യന്തനും തമ്മിലൊരു ക്ലോസ് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് രാജാവ് ദുഷ്യന്തൻ എന്ത് ചെയ്യുന്നത്? മാധവ്യയെ ഹസ്തിനപുരിയിലേക്ക് തനിക്ക് പകരം അയക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് ആ ഒരു ലവ് സിക്കായിട്ടുള്ള, അതായത് ശകുന്തളയോടുള്ള പ്രണയം കൊണ്ട് പൊറുതിമുട്ടുന്ന ദുഷ്യന്തനെ കളിയാക്കാനൊക്കെയുള്ള ഒരു അധികാരം, അത്രയും ഒരു ക്ലോസ് ബോണ്ട് ആര് തമ്മിലുണ്ടായിരുന്നു? ദുഷ്യന്തനും അതുപോലെ തന്നെ മാധവിയും തമ്മിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ക്യാരക്ടർ അനാലിസിസിലും പറയുന്നത്.